ഇന്ന് വെളുപ്പാങ്കാലത്ത് ഞാനൊരു ദർശനം കണ്ടുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. കാരണം അന്നേരത്തിന് ഉറക്കം ഏതാണ്ടങ്ങ് തീർന്നു. എന്നാൽ എഴുന്നേക്കണം, ഞാനും ഇച്ചിരി നേരം കൂടെ കിടക്കാം എന്നുള്ള നിലയിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ഇങ്ങനെ കർത്താവ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്താണ് ഞാൻ പോയി നിൽക്കുന്നത്. അവിടെ കുറേ അധികം പാറക്കൂട്ടങ്ങളുടെ സമീപത്തായിട്ട് ആരാലും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടില്ലാത്തൊരു ചെടിയുടെ മുമ്പിൽ കൊണ്ടുപോയി എന്നെ നിർത്തുകയാണ്. ആ ചെടിയുടെ മുമ്പിൽ പോയി നിർത്തുമ്പോൾ ആ പരിസരത്ത് ആകമാനം നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചകളുമില്ല. പക്ഷെ ഞാൻ അവിടെ പോയി ഇരിക്കുന്ന ആ ഒരു ടൈമിൽ കർത്താവിനെ കാണിക്കുന്നത് ആ ചെടിയുടെ പല ഭാഗത്ത് പൂക്കൾ അങ്ങ് വിടരുക. മൊട്ടുകളൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് പൂക്കൾ അങ്ങ് വിടരുകയാണ്. ആ പൂക്കൾ വിടരുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, എന്തോ ഒരു രൂപാന്തരീകരണത്തിന്റെയും വലിയൊരു അത്ഭുത മാറ്റത്തിന്റെയും കാഴ്ചയാണല്ലോ ഞാൻ ഈ കാണുന്നത്. ഇന്ന് എഴുന്നേറ്റ് ഇച്ചിരി പ്രാർത്ഥിക്കാം. ആ സമയത്ത് ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഈ മലിനമായ പരിസരത്ത് ഞാൻ അവൾക്കൊരു പുഷ്പത്തെ സമ്മാനിച്ചിരിക്കുന്നു. ഈ മലിനമായ പരിസരത്ത് ആ പാവം സസ്യത്തിന്, ആ ചെടിക്ക് ഞാൻ മനോഹരമായൊരു പുഷ്പത്തെ സമ്മാനിച്ചിരിക്കുന്നു. ഇന്ന് ഈ ദൈവാലോചന പറയാൻ വേണ്ടി വരുമ്പോൾ എന്താണ് ഇന്ന് നിങ്ങളോട് പറയേണ്ടതെന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചത് ആ ദർശനമാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കണ്ട ഈ സ്വപ്നത്തിലെ, ഈ ദർശനത്തിലെ, ഈ ഒട്ടും സ്വീകാര്യമല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഏതൊക്കെയോ ചില ചെടികൾ പോലെ ആയിരിക്കുന്ന മനുഷ്യജീവിതങ്ങൾ അവരുടെ പരിതസ്ഥിതിയിൽ നാളിതുവരെ കാണാത്തൊരു ചന്തത്തോടുകൂടെ ദൈവികമായി അവർ പൂത്തുലയാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ അവരുടെ ജീവിതത്തിൽ ആകർഷണീയമായ ചില സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തിയാൽ മാസ്മരികവും ആകർഷണീയവുമായ ചില ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദൂത് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദൈവിക ശുശ്രൂഷയുടെ നടുവിൽ എന്നോടുള്ളതായ ദൈവത്തിന്റെ സ്വരം എന്തെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും കൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നതിലും കൂടുതലായി ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിയുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം ആയിരിക്കുന്നതിലും കൂടുതലായി ദൈവത്തിന് നമ്മളെ അനുഗ്രഹിപ്പാൻ കഴിയും. പരിതസ്ഥിതികൾ എത്ര തന്നെ ആയാലും അവിടെ ദൈവം നമ്മളെ നട്ടിരിക്കുന്നത് ആരാലും പറിച്ചു കളയാൻ വേണ്ടിയല്ല. സത്യത്തിൽ ഈ ഒരു ചെറിയ സസ്യമായിരിക്കുമ്പോൾ നാം പറിച്ചെറിയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പറിച്ചാലും പിഴുതപ്പെട്ടു വരാത്ത നിലയിൽ വേരിറക്കം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എത്ര കൊള്ളുവരാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും അവിടെ നിങ്ങളെ നിലവിലുള്ളതിനേക്കാൾ കൂടുതലായി ദൈവം അനുഗ്രഹിപ്പാൻ പോവുകയാണ്. നിന്നെ അവിടെ നട്ടതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ കൃത്യമായ ഉദ്ദേശം ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ആ സ്ഥാപനത്തിൽ നിന്നെ എത്തിച്ചതിന്റെ പുറകിലുള്ള ദൈവോദ്ദേശം, ആ ദേശത്ത് നിന്നെ താമസിപ്പിച്ചതിന്റെ പുറകിലുള്ള കർത്താവിന്റെ പ്ലാൻ, ഈ രാജ്യത്ത് ദൈവം നിന്നെ എത്തിച്ചതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ ആ ഒരു കൃത്യമായ അജണ്ട, അത് ശക്തമാവണ്ണം ഇന്ന് പൂത്തുലഞ്ഞ് വെളിയിൽ വരുമെന്ന് തന്നെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒന്ന് തലയിൽ കൈവച്ച് ഈ ആലോചന ഏറ്റെടുക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റെടുത്തു. നിന്റെ മേൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞത് നിന്റെ മേൽ പൂത്തുലഞ്ഞ് വെളിയിൽ വരാൻ പോവുകയാണ്. ഭംഗിയില്ലാത്തത്, കെട്ടത്, അവഗണിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ, മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ, തേൻ വണ്ടുകൾ വരുന്ന നിലയിൽ, ശലഭങ്ങൾ നിന്നെ തേടി വരുന്ന നിലയിൽ, പൂമ്പാറ്റകൾ നിന്റെ അരികിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്ന നിലയിൽ, തേനീശകൾ എത്തുന്ന നിലയിൽ ദൈവം നിന്നെ നീ ആയിരിക്കുന്ന പരിതസ്ഥിതിയിൽ ഇതുവരെ കാണാത്തൊരു ചന്തത്തോടുകൂടെ മാറ്റിമറിക്കാൻ പോകുകയാണ്. ദൈവ വൈദ്യരെ അത് നിന്റെ മേൽ നടക്കും. താങ്ക് യു ജീസസ്. ഈ കഴിഞ്ഞ കാല സമയത്തിൽ, എസ്പെഷ്യലി ഈ കഴിഞ്ഞ ഒരു 8 വർഷം കൊണ്ട് ലൈഫിൽ ഒരു പ്രത്യേക നിലയിൽ ഒരു അനുഗ്രഹത്തിലേക്ക് കയറി വന്ന കുറച്ച് പേരോട് ഞാൻ ആധികാരികമായിട്ട് പറയട്ടെ. പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം തന്നത്. നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവ് നിങ്ങളെ ഉയർത്തി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ നിന്ദകൾക്ക് പലതിനും ദൈവം ഒരു പരിഹാരം നൽകി. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതമായ നന്ദിയുടെ സാക്ഷികൾ പറയുന്നുണ്ടെങ്കിലും എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ.
നിന്റെ ലൈഫിൽ അതിൻ്റെ അടുത്ത ഏടുകൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. നിനക്ക് പ്രാപിപ്പാൻ കഴിയുന്നതിൻ്റെ പരിപൂർണത ഞാൻ നിനക്ക് തന്നിട്ടില്ല. നിന്നെ ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ കംപ്ലീറ്റ് ലെവലിലേക്ക് ഇതുവരെ ഞാൻ നിന്നെ കൊണ്ടാക്കിയിട്ടില്ല. ഞാനത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ നീ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ വിശാലത പ്രാപിക്കും. ഇപ്പോൾ നീ എത്തി നിൽക്കുന്നതിനേക്കാൾ അധികമായി ഞാൻ നിന്റെ തലയെ ഇനിയും ഉയർത്തും. സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ വീട്ടിൽ ഇനിയും ചില കാര്യങ്ങൾ കൂടെ ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആധികാരികമായി പറയുന്നു. ഓ ലോർഡ് ജീസസ്. എന്നെ കാണാൻ ഇന്നലെ ഒരു ആൻറ്റി വന്നേ. പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പാസ്റ്ററെ മുടങ്ങിക്കിടക്കുക വീടിൻ്റെ പണി. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അതിൻ്റെ മുൻപിൽ കല്ല് പാകും, ഒരു പന്തലിടും, കൊച്ചിൻ്റെ കല്യാണം കൂടെ നടക്കുമെന്ന് പറഞ്ഞു. കയറി താമസവും കൊച്ചിൻ്റെ കല്യാണം ഒരുമിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സങ്കടം അതാ. അവർക്കൊരു മോളുണ്ട്, ആ കുഞ്ഞിൻ്റെ കല്യാണം നടന്നിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്നത് നിന്റെ തൊട്ട് മുമ്പിലെ അടുത്ത കാര്യം എങ്ങനെയും നടക്കണമെന്നുള്ളതാണ്. പക്ഷേ എന്നോട് യേശു പറയുന്നത് നിന്റെ മുമ്പിലെ തൊട്ട് മുൻപിലെ ആ കാര്യം മാത്രം നടക്കും എന്നുള്ളതല്ല. അത് നടന്നു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് പിന്നീട് നടക്കേണ്ട പലതും, ആമേൻ, അതിനോട് ചേർന്ന് നടക്കേണ്ടതായ നിന്റെ ജീവിതത്തിലെ 2, 3, 4, 5, 6, 7 കാര്യങ്ങൾ നിനക്ക് വേണ്ടി നിർവടിയായി നിർവഹിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ, നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോവാണ്. കർത്താവ് നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു നല്ല സമയത്തിലേക്ക് ദൈവം ഇതിൽ നീ വരികയാണ്. ജീസസ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായി കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ചോദ്യങ്ങൾക്കൊന്നിനല്ല ദൈവം ഉത്തരം നൽകുന്നത്. നിന്റെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞ് നീ ചോദിക്കാൻ പോകുന്ന അടുത്ത സംശയങ്ങൾക്കുമുള്ള ആൻസർ വരികയാണ്. കർത്താവ് നിന്നെ ആകമാനം മാറ്റിമറിക്കാൻ പോകുന്നു. ജീസസ്, ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് കയറിയാൽ, 2, അത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വിരസതയിൽ നിന്നും പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. പല പ്രാർത്ഥനകളും വിരസമാണ്. ഓ എന്ത് കിട്ടാനാ പ്രാർത്ഥിച്ചിട്ട്, ഓ ഇത്രയും കിടന്നൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്നാ നേടാൻ കഴിഞ്ഞു, ഒന്നും ആയില്ലല്ലോ. ഈ നിലയിലുള്ള ആ വല്ലാത്ത അവലാതി ഉണ്ടല്ലോ, ആ സങ്കടം ഉണ്ടല്ലോ, ആ പിണക്കമുണ്ടല്ലോ, അതങ്ങ് മാറിയിട്ട് വിരസതകളിൽ നിന്ന് അത് ശക്തമായ നിലയിൽ ദൈവത്തെ ആഴമായ നിലയിൽ വിശ്വസിപ്പാൻ, ഓ നിന്റെ മനസ്സിനോടത് പറയും, വിശ്വസിക്കുക. അത്ഭുതങ്ങൾ നീ കാണും. നമ്മുടെ എല്ലാം അകത്ത് ശക്തനായൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ ഉണർത്തണമെങ്കിൽ സ്വപ്നങ്ങളുടെ കൈകൾ കൊണ്ട് തട്ടി വിളിച്ചാലേ പുള്ളി എഴുന്നേക്കുള്ളൂ. നമ്മുടെ അകത്ത് ഭയങ്കരനായ ഒരു അമാനുഷിക വിശ്വാസ മനുഷ്യനുണ്ട്. അവൻ എഴുന്നേറ്റ് വരണമെങ്കിൽ ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പേരിൽ പുള്ളിയെ വിളിച്ചാലേ പുള്ളി എഴുന്നേക്കത്തുള്ളൂ. അതാ എൻ്റെ കാര്യം. സംശയം ചെന്ന് വിശ്വാസത്തെ വിളിച്ചാൽ വിശ്വാസം പറയും, പോടേ ഞാൻ ഇച്ചിരി കിടന്ന് ഉറങ്ങട്ടെ. എന്നാൽ ജ്വലിക്കുന്ന ഒരു സ്വപ്നം ചെന്ന് വിശ്വാസത്തെ വിളിച്ചാൽ, ഓ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് കൂട്ടത്തിൽ വരും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ. ഇന്ന് രാവിലെ മറ്റുള്ളവർക്ക് പറയുന്ന വാക്ക് കേട്ട് എത്ര കാലം ജീവിക്കുന്നേ? ഈ നിന്ദകളെല്ലാം മാറാൻ പോവാ. ദൈവം തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് പുതുതാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ എല്ലാ ചലനങ്ങളും സാധ്യതകളും ദൈവപൈതലെ ഞാൻ നിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. രക്ഷപ്പെടാൻ, ദൈവത്താൽ മാനിക്കപ്പെട്ട ഉയർച്ച പ്രാപിപ്പാൻ തമ്പുരാൻ എഴുതിയിരിക്കുന്ന പേരുകളിൽ ഇന്ന് ദൈവകൃപയാൽ നിന്റെ പേരുമുണ്ട്, നിന്റെ വീടുമുണ്ട്. ദൈവത്തെ സ്തുതിച്ചോ. കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതിയിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥന കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് വരും. അത് കൂടുതൽ ദർശനത്തിലേക്ക്, ഭാവനാ സമ്പന്നതയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. എങ്ങനെങ്കിലുമൊക്കെ ഗതികെട്ടവനെ പോലെ ഓടി നടക്കുന്ന ഒരവസ്ഥ മാറിയിട്ട് നീ സ്വസ്ഥമായി വിഹരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോകുകയാണ്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് നിന്നെ ആ നിസ്സഹായന്റെ വേഷം അഴിപ്പിച്ചു മാറ്റിയിട്ട്, ആ നിസ്സഹായന്റെ വേഷം കെട്ടിയുള്ളതിൻ്റെ ആ ഓട്ടം ഉണ്ടല്ലോ, ആ ഓട്ടത്തിൽ നിന്റെ ആ വേഷം അഴിച്ചു മാറ്റിയിട്ട്, ഓ സ്വാതന്ത്ര്യം പ്രാപിച്ചവന്റെ സന്തോഷം നിന്നെ ധരിപ്പിക്കുന്ന സമയത്തിലേക്കാണ് ഇന്നത്തെ പുലരി വന്ന് നിൽക്കുന്നത്. ദൈവം പരിതസ്ഥിതികളെ മാറ്റാൻ പോവുകയാണ്. ജീസസ്. ഈ കഴിഞ്ഞ ദിവസം ഒരു 3 മണിയായപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഈ സംസാരം 1-2 വാക്കുകൾ കഴിഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അവരുടെ വിഷയത്തിലേക്ക് കയറുന്ന സമയത്ത് ഇവർ പറയുന്ന ഈ വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എൻ്റെ തൊട്ട് മുമ്പിൽ, ഓഫീസിലെ തൊട്ട് മുമ്പിൽ ചെയറിലിരിക്കുക, പക്ഷെ ഇവർ പറയുന്ന വാക്ക് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഈ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി, ഈ ഹസ്ബൻഡിൻ്റെ മുഖത്തേക്ക് നോക്കി, 2 പേരും
മാറി മാറി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ വാക്ക് കേൾക്കത്തില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? കാരണം ഇവർ പറയുന്ന വാക്ക് എനിക്കോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാനെനിക്ക് തലയൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി, ഇനി എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ? ജീസസ് എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഇടിച്ചു നോക്കി. എനിക്ക് എൻ്റെ കൈ ഇടിക്കുന്ന ശബ്ദം കേൾക്കാം. ഓക്കെ, അപ്പം എൻ്റെ ചെവിയുടെ കുഴപ്പമല്ല, ഇവർ പറയുന്ന ശബ്ദം പിന്നെയും കേൾക്കത്തില്ല. ഞാനിങ്ങനെ ഒന്നുകൂടെ കാത് ട്യൂൺ ചെയ്തപ്പം മരണാസന്നരായി കിടക്കുന്ന വ്യക്തികൾ കിടക്കുന്ന ബെഡിൻ്റെ അരികിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ അവരിങ്ങനെ ഈ അന്ത്യശ്വാസം വലിക്കാൻ നേരം വലിക്കുന്നൊരു വലിയുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ടുള്ള, വളരെ ടൈം എടുത്തുകൊണ്ടുള്ള ശ്വാസത്തിന് വേണ്ടിയുള്ള പിടഞ്ഞു കിടന്നുള്ള ആ ഒരു വലി ഇത് ശരിക്കും കേൾക്കാം. ഇവർ പറയുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെക്കാൾ എനിക്ക് കേൾക്കാൻ കഴിയുന്ന ഇതാണ്. പെട്ടെന്ന് ഞാൻ ഇവരുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ പെട്ടെന്നൊരു പ്ലാറ്റ്ഫോം രൂപീകരിക്കപ്പെടുന്ന കണ്ടു. ആ പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് കർത്താവിനെ കാണിക്കുന്നത് ഒരു തോടൊഴുകുന്നു, അതിന് തൊട്ട് കരയ്ക്കിരിക്കുന്നൊരു വീട്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിനെ നിങ്ങളൊന്ന് നിർത്തിക്കുകയും ഞാനിതൊന്ന് പറയട്ടെ. ഒരു തോടിൻ്റെ വക്കിലൊരു കയ്യാല കെട്ടിയൊരു വീട്. പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ വീടാത്. ദൈവം ഇനി എന്നാ പറയുന്നത്? അപ്പുറത്തൊരു കോഴിക്കോട്. ശരി, ഒരു മാവ് നിൽക്കുന്നു. ഈ ഇത്രയും കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് ഈ വീട് മാറിയിട്ട് പകരം അവിടെ ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തി കിടന്ന് വലിക്കുന്നൊരു ചിത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അടുത്ത വാക്ക് പറയാൻ ഭയങ്കര വിഷമമുണ്ട്. ഈ കണ്ടതല്ല ഇപ്പം കാണുന്നേ എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് പാസ്റ്റർ കാണുന്നത്? ഞങ്ങളോട് പറയൂ. അത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവം എന്നെ കാണിക്കുന്നത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു വ്യക്തി കിടന്ന് അന്ത്യശ്വാസം വലിക്കാൻ കിടന്ന് വ്യഗ്രതപ്പെടുന്ന നിലയിലുള്ള ഒരു കാഴ്ചയാണ്. ഒരെണ്ണം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം ചില നരകിച്ചൊക്കെയാണ് മരിച്ചത്, അതായിരിക്കും. ഞാൻ പറഞ്ഞു, അതല്ല. അതാണെങ്കിൽ വ്യക്തിയെ കാണിക്കുന്നത്. നിങ്ങളുടെ വീട് കാണിച്ചിട്ട് നിങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങനെ ഒരു മരണക്കടക്കെ കിടക്കുന്ന ഒരാൾ കിടന്ന് വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന പോലെ ചർച്ചയിൽ പോകുന്നതാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കാറുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. ജീസസ് പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, വിശ്വാസം പോയിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് നാളുകളായി ഇവരുടെ ജീവിതത്തിൽ ഒരു വിശാലത പ്രാപിക്കത്തക്ക നിലയിലുള്ള ഒരു താല്പര്യവുമില്ലാതെ പഴി പറഞ്ഞ്, ദൈവത്തെയും പഴി പറഞ്ഞ്, സാഹചര്യത്തെയും പഴിച്ച്, ലോകത്തുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തി, തങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില തകർച്ചകളുടെ പേരിൽ എല്ലാം വെറുത്ത് ആകമാനം ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചു, അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു വീടായിക്കോട്ടേതെന്ന് പറഞ്ഞു. ഇതിനെ തിരുത്തണമല്ലോ. നമ്മുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യനെ ദൈവം അയക്കുന്നത് അവരുടെ സാഹചര്യത്തെ തിരുത്താൻ വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞു, ഈ ഒരു സാഹചര്യം മാറുകയാണ്. മരിക്കാൻ വേണ്ടി അന്ത്യശ്വാസം വലിക്കുന്നവനാണ് നിന്റെ വീടെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, മരിക്കാൻ വേണ്ടി അന്ത്യശ്വാസം വലിക്കുന്നവനാണ് നിന്റെ വീടെങ്കിൽ, അവനെ അവിടെ നിന്നും മാറ്റിയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത്, അവന് കൊടുക്കേണ്ട മെഡിസിൻസ് കൊടുത്ത്, അഭിഷേകത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്ത്, പ്രാർത്ഥനയോടെ ശക്തിപ്പെടുത്തി എടുത്തിട്ട് അവനെ നമുക്കൊന്ന് പ്രബലനാക്കി മടക്കി കൊണ്ടുവരണം. എന്തെല്ലാം ചെയ്യണം? ആ ഭവനം അനുഷ്ഠിക്കേണ്ടതായ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനാ രീതികളെ കുറിച്ച് പറഞ്ഞു. ഇവര് അന്ന് വീട്ടിൽ ചെന്നു. വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും ഈ ദർശനം എന്നെ കാണിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് അവരെ വിളിച്ചു. നിങ്ങളിന്ന് പകൽ വന്നവരല്ലേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലും അല്ല പ്രാർത്ഥിക്കാനിരുന്നത്. പക്ഷേ ഈ പ്രെയർ റൂമിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നെ പിന്നെയും ഈ വിഷയം തന്നെ കാണിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോ? ചെയ്തു പാസ്റ്ററെ, ചെയ്തു. ഒന്നുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച, ഈ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്നവനായിരുന്ന അവരുടെ ഭവനാന്തരീക്ഷം വിശാലത പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുന്നൊരു വ്യക്തിയായി മാറ്റപ്പെട്ടൊരു ചിത്രം എന്നെ കാണിച്ചു. എനിക്ക് അന്നേരം മനസ്സിലായി, ഇവരുടെ ലൈഫിൽ ഇവർ ഗണ്യമായ മാറ്റവും പുരോഗതിയും പ്രാപിക്കും. നാളെ 7 മണിക്ക് ഒരു അത്ഭുതം ഉണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ കൊച്ച് 7 മണിക്ക് നാളെ ഇന്ന പോലെ ഒരു ട്രെയിൻ കയറി ദൂരയാത്ര പോവുക, എന്തോ ഒരു യാത്രയുടെ ഭാഗമായിട്ടൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് പോകുന്നത്, അതിന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞു.
മരിക്കാൻ അന്ത്യശ്വാസം വലിച്ച് കിടക്കുന്ന ഇടത്തു നിന്നും വിശാലത പ്രാപിക്കാനുള്ള വെമ്പൽ കൊള്ളലിലേക്ക് ആ കുടുംബത്തെ ഉണർത്തിയെടുക്കുന്ന നിലയിൽ അവർക്ക് മാറാൻ കഴിഞ്ഞത് ദൈവം ഈ സാഹചര്യത്തിന് അപ്പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള ബോധ്യമാണ്. ജീസസ് ജീവിതത്തിൽ ഇനിയും ഗതി പിടിക്കും, ഇനിയും നിങ്ങൾ എഴുന്നേൽക്കും എന്നുള്ള ശക്തമേറിയ അവബോധമാണ് ഞാൻ ആ കുടുംബത്തിന് കൊടുത്തുവിട്ടത്. ആ അവബോധവുമായിട്ട് ആ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ സാഹചര്യത്തെ മാറ്റി ദൈവം. നാളുകൾ കൊണ്ട് നീ മടുത്ത് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കുകയില്ലാത്ത കാര്യത്തിന് നടുവിൽ തൽക്കാലം ഞാൻ പറയുന്നു, ആ വലിയ പ്രാർത്ഥനയെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അനുഗ്രഹത്തിന്റെ 2 വചനങ്ങൾ ആ വീട്ടിലിരുന്നൊന്ന് പറഞ്ഞേ നിന്റെ അന്തരീക്ഷം മാറും. ഞാൻ വിശാലത പ്രാപിക്കാൻ പോകുന്നു, ദൈവം എന്നെ ഇനിയും അനുഗ്രഹിക്കും, ഞാൻ ഇനിയും കയറി വരും, ദൈവം എന്നെ മാനിക്കും, എൻ്റെ തല താഴത്തില്ല, ഞാൻ ഇവിടെ ദൈവത്താൽ മാനിച്ചുയർത്തപ്പെടും. ഈ നിലയിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. ജീസസ് ആ കുടുംബം വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഓരോ സംഘർഷങ്ങളെ അവർ നേരിടുമ്പോഴും പ്രാർത്ഥിക്കുന്നവരും അവരോട് ശുശ്രൂഷ ചെയ്തവരൊക്കെ അവരോട് പറഞ്ഞത്, ഇത് ഈ ലോക ജീവിതത്തിൽ ഉള്ളതാണ്, നമുക്കിതിനകത്തൊന്നൊരു മാറ്റം വരത്തില്ല, നമ്മൾ മരിച്ച് അങ്ങ് എന്ന് കഴിയുമ്പോൾ അത് മാറത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്ക് പറയത്തില്ല. ഈ നിമിഷം നീ പട്ടിണി കിടക്കുന്നവനാണെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് കാക്കയെ കൊണ്ട് ആഹാരം തരാൻ ദൈവത്തെ കൊണ്ട് പറ്റും. നിന്റെ കൈ ശൂന്യമാണോ, അത് നിറയ്ക്കാനുള്ള പ്രാപ്തി ദൈവത്തെ കൊണ്ട് കഴിയും, അവനതുണ്ട്. നീ രോഗിയാണോ, നിന്നെ സൗഖ്യമാക്കാൻ കർത്താവിനെ കൊണ്ട് പറ്റും. നീ മുടിഞ്ഞു പോയവനാണോ, അത്ഭുതപ്പെടുന്ന നിലയിൽ, നിന്നെ കാണുന്നവരുടെ എല്ലാം അത്ഭുതപ്പെടുന്ന നിലയിൽ നിന്നെ ഐശ്വര്യമായിട്ട് മാനിച്ചുയർത്താൻ എൻ്റെ യേശുവിനെ കൊണ്ട് പറ്റും. നിന്റെ ജീവിതത്തിന് ഇവിടെയും അവിടെയും ഒരുപോലെ മാറ്റം തരാൻ, ഉറപ്പ് തരാൻ കഴിയുന്നവന് പേരാണ് കർത്താവായ യേശു. ഇങ്ങനെയുള്ളതായ നിരവധി ബോധ്യങ്ങൾ അവരുടെ അകത്ത്, തെറ്റായ കുറെ ബോധ്യങ്ങൾ കയറിയതിന്റെ പേരിൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് ഈ സാധുക്കൾ ചിന്തിച്ചു കളഞ്ഞു. ഒരിക്കലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ഞങ്ങൾ ഇങ്ങനെ കിടന്ന് മുടിയത്തേയുള്ളൂ, ഞങ്ങൾ ഇവിടുന്ന് മരിച്ചു പോയി കഴിഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും അവർ കേട്ട വാക്കുകളെല്ലാം തന്നെ ഒരു മരണക്കിടക്കയിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കാൻ മാത്രം അവരെ പ്രേരിപ്പിക്കുന്നതായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അസ്ഥികളുടെ താഴ്വരയിലും ദൈവം നമ്മളെ അയക്കുന്നത് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാനാണ്. ആമേൻ. അനുശോചന പ്രസംഗം നടത്തി പോരാനില്ല. അന്ത്യശ്വാസം വലിക്കുന്നവന്റെ അടുക്കലും അവശേഷിച്ച് പോയവന്റെ അടുക്കലും ദൈവം നമ്മളെ വിടുന്നത് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാനാണ്. നീ തകർന്നു പോയവനാണോ, നിന്റെ തകർച്ചയിൽ ദൈവത്തിന് തന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഉറപ്പായ കാര്യം ഞാൻ ഈ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. ചീഞ്ഞഴുകിപ്പോയ ശവക്കുഴി കിടന്നവനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞവനാണ് കർത്താവായ യേശു. മരണക്കിടക്കെ കിടന്ന പെൺകുട്ടിയെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ മാതാപിതാക്കളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിവും ശക്തിയും ഉണ്ടെന്ന് തെളിയിച്ച ആളാണ് കർത്താവായ യേശു. ശവമടക്കിന് കൊണ്ടുപോയ നയീനിലെ വിധവയുടെ മകന്റെ ശവമഞ്ചം തടഞ്ഞു നിർത്തി അതിൽ കിടന്ന മൃതശരീരത്തോട് എഴുന്നേൽക്കാൻ പറഞ്ഞ് ആ ബാലകൻ എഴുന്നേറ്റ് ആ മകനെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തവനാണ് കർത്താവായ യേശു. പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞുൽപാദിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ താണുപോയ തലയെ അഭിമാനത്തോടെ ഉയർത്തുമാറാക്കിയവനാണ് കർത്താവായ യേശു. ജീവിതത്തിന്റെ ചെറിയ ചെറിയ അവശേഷിപ്പുകളെ അധികമായി വർദ്ധിപ്പിച്ച് കൊട്ടക്കണക്കിന് മീതിയെടുക്കത്തക്ക നിലയിൽ ജീവിതത്തിൽ വിശാലത തരുന്നവനാണ് യേശു. മനുഷ്യജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴും വിട്ടുമാറാതെ കൂടെ നിന്ന് അവിടെ നമ്മളെ കരുത്തരോടാക്കി നിർത്തുന്നവനാണ് കർത്താവായ യേശു. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന ഈ ഒരു ജീവിതാവസ്ഥയിൽ നിന്നും അതിനെ വിശാലത പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുന്നൊരു നിലയിലേക്ക് അതിനെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിനോട് പറയുന്നു. നീ അനുഗ്രഹിക്കപ്പെടും. ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങളുടെ ജീവിതം മരിക്കാൻ വേണ്ടി അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്നിടത്തു നിന്നും കൂടുതൽ വിശാലത പ്രാപിക്കേണ്ടതിന്, ഏറിയ വിശാലത പ്രാപിക്കേണ്ടതിന് വെമ്പൽ കൊള്ളുന്നൊരു നിലയിലേക്ക് നിന്റെ ലൈഫിനെ കർത്താവിന്ന് മാറ്റുകയാണ്. ഒന്ന് പറഞ്ഞേ, ഈ മരണക്കിടക്കയിൽ നിന്നും കൂടുതൽ വിശാലത പ്രാപിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവന്റെ നിലവാരത്തിലേക്ക് ഞാൻ മാറുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന സ്റ്റാറ്റസിൽ നിന്ന് ദൈവം നിന്നെ ഇനിയും ഉയർത്താൻ പോകുകയാണ്. ഞാൻ ആധികാരികമായിട്ട് പറയട്ടെ, നിങ്ങൾ അനുഗ്രഹീതരാകാം, നിറവുകൾ ജീവിതത്തിലുള്ളവരാകാം. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും 0 പോയിന്റിൽ നിന്ന് അതിന്റെ 3rd സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി വല്ലാതെ വെമ്പൽ കൊള്ളുന്നവരാകാം. ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നവരാകാം. ലൈഫ് കുറെ മുന്നോട്ട് പോയി അതിന്റെ ആസ്വാദികരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരാകാം. ജീവിതത്തിന്റെ വിശാലതയുടെ ഏത് സ്റ്റേജിൽ നിൽക്കുന്നവരായാലും നിങ്ങളോട് ഞാൻ പറയട്ടെ, ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടി വെമ്പൽ കൊള്ളുകയാണെങ്കിൽ, ആ സാധാരണ നിലവാരത്തിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, ആ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു സമ്പന്നതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ആ സമ്പന്നതയിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് പോകാൻ
അതിൽ നിന്നും ഏറ്റവും പോഷായിട്ടുള്ളൊരു നിലയിലേക്ക് കയറാൻ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒരു ഗ്രോത്തിൻ്റെ ഏത് സ്റ്റേജിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്, എവിടെയായാലും ദൈവം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പരമോന്നതമായിരിക്കുന്ന വിശാലത നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. കൂടുതൽ സമ്പന്നനാകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ വണ്ടി ഇന്നു മുതൽ ഓടുന്നത് അങ്ങോട്ടേക്കായിരിക്കും. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ടൗണിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു, നിങ്ങളുടെ വാഹനം റോൾ ചെയ്യും മുന്നോട്ട്. അത് നീങ്ങുന്ന സമയത്ത് ആ വീലുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ മില്ലിമീറ്ററിനെ നിങ്ങൾ ക്രോസ് ചെയ്ത് കയറുമ്പോഴും നിങ്ങളുടെ ലൈഫ് പോകുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആ വലിയ വിശാലതയിലേക്കായിരിക്കും. ആ ലക്ഷ്യം മനസ്സിലില്ലാതെ നിങ്ങൾ എത്ര കിലോമീറ്ററുകൾ താണ്ടിയാലും ഒരുപക്ഷെ നിങ്ങൾ ദരിദ്രനായി തിരിച്ചു വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയൂ, ഞാൻ ഇവിടെ നിന്നും പോകുന്നത് ഇവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയല്ല, ഇതിനേക്കാളും മികച്ചെടുത്ത് ചെല്ലാൻ വേണ്ടിയാണ്. ആ വാക്കൊന്ന് പറഞ്ഞേ. ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടേക്ക് തിരിച്ചു വരാനല്ല, ഇതിനേക്കാളും മികച്ചയിടത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ അടുത്ത ടേണിംഗ് പോയിന്റിലേക്ക്, അടുത്ത പ്രോസ്പറസ് ആയിട്ടുള്ള സോണിലേക്ക് നിനക്ക് പോകാൻ ഞാൻ ശുഭയാത്ര നേരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അന്ന് എന്നോട് പറഞ്ഞ ആ വാക്ക് കേട്ടിട്ട് പോയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമായി. 2022 നവംബർ മാസത്തിൽ ഞങ്ങൾക്കൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് അദ്ദേഹം എന്നോട് കുറേ വിഷയങ്ങൾ പറഞ്ഞു. വീട്ടിലും അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, വൈഫിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ്, ബിസിനസ്സിലും ആകമാനം പൊളിഞ്ഞു നിൽക്കുകയാണ്, എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോയാലോ എന്നുള്ളതാണ്. പക്ഷെ 3 പിള്ളേരുണ്ട്, അതുങ്ങളെ കളഞ്ഞിട്ട് പോകാൻ വയ്യ. വിദേശത്തായിരുന്നു, അവിടെ നിന്ന് നാട്ടിൽ വന്ന് ഇപ്പം ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുക. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കുറേ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കോൾ വരും, ഇവിടുന്ന് കോൾ വരും എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരെ കൊണ്ടൊക്കെ ചുമ്മാ കള്ളത്തരത്തിൽ ഓരോ ഫോൺ കോളൊക്കെ ചെയ്യിപ്പിക്കും. ആ പ്രൊജക്റ്റ് എന്താ, ഇതെന്താ എന്നൊക്കെ ചോദിച്ച് കുറേ നാടകീയമായ ഫോൺ കോളുകളൊക്കെ ചെയ്യിക്കും. എന്നിട്ട് കയ്യിലുള്ള അത്യാവശ്യം സേവിങ്സ് ഒക്കെ എടുത്ത് രാജകീയമായിട്ട് ജീവിക്കുന്നു നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കും. ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും ഓരോ ദിവസം ചെല്ലുന്നോറും. അങ്ങനെ 1-2 കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു ദിവസം കടം കൊടുക്കാനുള്ള ഒരു വീട്ടിൽ വന്നു. നാണക്കേടായി. എന്നോട് പറഞ്ഞു, ഞാൻ സൂയിസൈഡ് ചെയ്യും, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലത്തെ ഒരു നിന്നയാ കയറി വന്നേക്കുന്നേ. ഭാര്യയ്ക്കറിയാം കാര്യങ്ങൾ, പക്ഷേ പുള്ളിക്കാരനോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് ഈ പെണ്ണോട്ട് പുള്ളിക്കാരനെ കരിവാരി തേക്കാനായിട്ട് തയ്യാറുമല്ല. അങ്ങനെ നല്ല ജീവിത പങ്കാളികളെ കിട്ടുന്നതിൻ്റെ ഭാഗ്യമാകട്ടോ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ തീരാമെന്ന് തീരുമാനിച്ചപ്പോൾ അവൾ വിടത്തില്ല, ചേർത്ത് പിടിച്ചേക്കുക. ഇച്ചായനെ വിടത്തില്ലെന്ന് പറഞ്ഞ് ആ പെണ്ണ് ഇടം വലം വിടാതെ അവനെ വട്ടം പിടിച്ചേക്കുക. പെണ്ണോട് പറഞ്ഞു, ഇവളിങ്ങനെ നിൽക്കുകയാണ്, പിള്ളേർ 3 പേരുണ്ട്, കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല, പക്ഷേ വൈഫിനറിയാം കാര്യങ്ങളെല്ലാം. അവളുള്ളതുകൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരൊക്കെ വന്നപ്പോഴേക്കിനും കുറേ നാടകമൊക്കെ പൊളിഞ്ഞു, ആകമാനം തലതാണെന്ന് പറഞ്ഞു. ഈ നിന്ദിക്കുന്നവരുടെ മുമ്പിലുള്ള നിന്ന മാറണം എന്നുള്ളതാണ്, കാശ് കിട്ടണമെന്ന് പറഞ്ഞതിനേക്കാളുള്ള വലിയ ആവശ്യം. അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിനക്ക് നിന്ന മാറാനുള്ള ഏറ്റവും വലിയ വഴി പണം ഉണ്ടാക്കിയോ, അത് തന്നെയാണ്. അപ്പം പറഞ്ഞു, ഞാനതിന് അങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വേദന നിനക്ക് പിന്തുണ നൽകുന്നൊരു പങ്കാളിയുണ്ടല്ലോ, നീ ധൈര്യമായിട്ട് ഇറങ്ങും, ഞാനിവിടെ പ്രാർത്ഥിക്കാം, കർത്താവ് നിന്നെ സഹായിക്കും, മുന്നോട്ട് ഇറങ്ങിക്കോളാൻ പറയും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് എന്നോട് പറഞ്ഞ ആ വാക്ക് അത് ഭയങ്കര ഒരു പ്രേരണാശക്തിയായിരുന്നു. എന്നോട് പറഞ്ഞ് പോയി പണം ഉണ്ടാക്കാനുണ്ട്, ഞാൻ അതിനോട് തന്നെ ഇറങ്ങി. അപ്പോൾ എന്താ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്? ഈ അന്ന് നിന്ദിച്ചവരൊക്കെ ഇന്ന് സ്നേഹിതരാകാൻ വേണ്ടി കിടന്ന് മത്സരിക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? അന്ന് കളിയാക്കിയവരൊക്കെ, അന്ന് വാതുറന്ന് അവഹേളിച്ചവരൊക്കെ ഇന്ന് എങ്ങനെയും ഇദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതിയാകാൻ വേണ്ടി മത്സരിക്കുക. നിന്റെ ഇപ്പോഴത്തെ നിലയിലാണ് നീ നിന്ദിക്കപ്പെടുന്നത്. ഈ നില നീ മാറിയാൽ ആ നിന്ന അവിടെ കൊണ്ട് തീരും. അവിടെ കിടന്ന് കൂവിയവന്മാരൊക്കെ നിന്നെക്കുറിച്ച് ആർപ്പ് വിളിക്കാൻ തുടങ്ങും. അവഹേളിച്ചവർക്കൊക്കെ നിന്റെ ചങ്ങാതിയാകണമെന്നുള്ള വല്ലാത്തൊരു കൊതി ഉണ്ടാകും. ജീവിതത്തിൽ നീ കിരീടം ചൂടുമ്പോൾ കൂകി വിളിച്ചവൻ നിനക്ക് വേണ്ടി കൈയടിക്കാൻ വരും. നീ പൊങ്ങണം. ജീവിതത്തിൽ ഈ സോണിൽ നിന്നും ഇന്ന് വരെ കാണാത്ത അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. പാറക്കൂട്ടങ്ങളുടെ ചുവട്ടിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തടത്ത് നിന്ന് ആ ചെടിയുടെ അടുക്ക ചെന്നിട്ട് അതിനൊരു പൂച്ചെടിയാക്കി മാറ്റിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞ വാക്കിതാണ്, ആ മലിനമായ പരിസരത്ത് വളർന്ന അവഗണിക്കപ്പെട്ട ചെടിയെ ഞാനൊരു മനോഹര പൂക്കാലത്തിൻ്റെ ഉടമയാക്കി. ഞാൻ അവൾക്ക് മനോഹരമായൊരു പൂക്കാലം നൽകി. ഇന്ന്
ഈ ദൂത് കേൾക്കുമ്പോൾ നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂതാണിത്. ഏറെ നിന്ദിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്റെ നിന്നയെ മാറ്റിക്കൊണ്ട് ഞാൻ നിനക്കൊരു പൂക്കാലം തരികയാണെന്ന്. കേറിക്കോ, നിന്റെ സമയമാണ്. ഈ ജീവിതം നിനക്ക് ദൈവം നൽകിയത് നിനക്ക് വേണ്ടി മാത്രമാണ്. നിന്റെ മാത്രം ജീവിതം ഇത്. ഇതിലൊരുപാട് പേരെ നിനക്ക് അനുഗ്രഹിക്കാനുണ്ട്. ഒത്തിരി പേരുടെ അവസ്ഥ നിനക്ക് മാറ്റാനുണ്ട്. പക്ഷേ ഈ നരകയാതനകളുടെ നടുവിൽ കിടന്നൊരു മാറ്റത്തിന് നീ തയ്യാറായില്ല എങ്കിൽ ഈ അന്ധിശ്വാസം വലിക്കുന്നവനെ പോലെ നീ ഇവിടെ കിടന്ന് നരകിക്കും. ഈ അവസ്ഥ വേണ്ട എന്ന് മാനസികമായിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടൊരു വിശാലതയെ പ്രണയിച്ചു തുടങ്ങിയാൽ ആ വിശാലതയ്ക്ക് വേണ്ടി നിന്റെ ലൈഫ് കിടന്ന് വെമ്പല് കൊള്ളാൻ തുടങ്ങും. അന്ത്യശ്വാസം വലിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്നത് വിശാലത പ്രാപിക്കാൻ വേണ്ടി കിടന്ന് വ്യഗ്രതപ്പെടുന്ന കാഴ്ച കാണാം. ലൈഫിനെ ടേൺ ചെയ്യുക. നിന്റെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോവാണ്. ഞാൻ ഇന്ന് ഈ ദൈവാലോചന പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു മെസ്സേജിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ബിസിനസ് മേഖലകളിൽ നിൽക്കുന്നവരാണ്. രണ്ട് കരയും തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിക്കെട്ടാൻ വേണ്ടി വല്ലാതെ കടന്ന് വ്യഗ്രതപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നീ ഇത്രയും കടന്ന് കഷായിക്കണ്ട. ഈ ഒരു അവസ്ഥയിൽ വളരെ ലളിതമായിട്ട് കർത്താവ് എൻ്റെ അവസ്ഥ മാറ്റുമെന്ന് വളരെ സംശുദ്ധമായിട്ടൊന്ന് വിശ്വസിക്കുക. ഇന്നത്തെ പകല് വേറൊന്നും ചെയ്യേണ്ട, ഇത് മാത്രം ഒന്ന് ചെയ്യുക. ദൈവം എൻ്റെ ലൈഫ് മാറ്റും എന്ന് ജസ്റ്റ് ഒന്ന് ബിലീവ് ചെയ്യുക. ഇന്ന് ഈ വാക്ക് വിശ്വസിച്ച് തുടങ്ങുന്നതോടെ യേശു നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ ആരായാലും എവിടെ ഇരുന്ന് കേൾക്കുന്ന ആളായാലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രചോദനമാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് വരുന്നത്. നിന്റെ തോൽവികൾ നിന്റെ അവസാനം കുറിക്കാനാണ് എന്ന് നിന്റെ മനസ്സിൽ 100 ചിന്തകളും സാഹചര്യങ്ങളും എഴുന്നേറ്റ് വരുമ്പോഴും എന്നോട് കർത്താവ് പറയുന്നത്, നീ മരിക്കാനുള്ള സമയമായിട്ടില്ല, നിനക്ക് കുറച്ചുകൂടെ മുൻപോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. ബൈബിളിൽ ശക്തനായൊരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഏലിയ എന്നാണ്. ഏലിയ പ്രവാചകൻ ഒരു ദിവസം ഒരു ചൂരച്ചെടി തണലിൽ കിടന്ന് ദൈവത്തോട് പറഞ്ഞ് എൻ്റെ പ്രാണനെ എടുക്കണം. അദ്ദേഹത്തിന്റെ സൂയിസൈഡ് നോട്ട് താൻ ദൈവത്തിന് കൊടുക്കുകയാണ്. മരിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്നതിനരികിൽ ദൈവം തന്റെ ബലമുള്ള ദൂതനെ അയച്ചു. എന്നിട്ട് കനലിന്മേൽ ചുട്ട ഒരട കൊടുത്ത ആ മനുഷ്യനെ ബലപ്പെടുത്തിയിട്ട് പറഞ്ഞു, എഴുന്നേക്ക്, നിനക്ക് വളരെ ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇന്ന് ദൈവം സത്യത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ബലം നിങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു റേഞ്ചിലേക്ക് കുതിക്കാനുള്ള ആവേശമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പേനായിലെ മഷി ഒരു മാന്ത്രിക മഷിയായി മാറുന്ന കാഴ്ച കാണും. നിന്റെ പേനയിൽ അവശേഷിക്കുന്ന ഇങ്കിനെ നോക്കി ഞാൻ പറയുന്നു, അതൊരു മാന്ത്രിക വർണ്ണമായി മാറും. ചില ചെക്കുകളിൽ നിങ്ങൾ സൈൻ ചെയ്യും, പുതിയ അഗ്രിമെന്റുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. ഇന്ന് വരെ നിനക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ ചിലതിന് താഴെ നീ ഒപ്പിടും. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റാൻ പോകുകയാണ്. തോറ്റുപോയിട്ടും നീ ഇന്ന് വരെ വിജയിക്കാൻ പരിശ്രമിച്ചിട്ടും കിട്ടാത്ത പോയ ആ പരീക്ഷയെ നീ എഴുതി നേടും. എന്തോ ഒരു അത്ഭുതം നിന്നെ ഗതി പിടിപ്പിക്കുവാൻ വേണ്ടി മാത്രം വെളിപ്പെട്ടതെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി സംഭവിക്കും. കർത്താവ് അത് ചെയ്യാൻ പോവാണ്. ഗെറ്റ് റെഡി, പ്രാർത്ഥിക്കാം. യേശുവേ, രക്ഷകനും കർത്താവും ദൈവവുമായി ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. ഇന്ന് പകൽ ഈ വാക്ക് കേട്ട ഓരോ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഞാൻ എൻ്റെ കർത്താവാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ പ്രസ്ഥാനങ്ങളെ, സംരംഭങ്ങളെ, ജീവിതത്തെ, ജോലിയെ, മുൻപിലുള്ള സാഹചര്യങ്ങളെ, ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു പണിയുകയാണ്. തിരിച്ചു വരരുത് ഇവിടേക്ക്. ഇതിനേക്കാൾ മികച്ചതിലേക്ക് ഇവർ സന്തോഷത്തോടെ പ്രവേശിക്കട്ടെ. ഇവരെ ഇന്ന് പകൽ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്നും മറ്റൊരിടത്തേക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. പൊക്കോ, നിങ്ങൾ ഇനി വേണ്ട, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിടത്ത് നിന്നെ കണ്ടാൽ മതി. എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ അതിന് നിനക്ക് ഞാൻ ടാറ്റ തന്നു വിടുന്നു. ഓ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ യാത്രയെ ബ്ലസ് ചെയ്യുന്നു. ഓ ജീസസ്, അത്ഭുതം ദൈവം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച്, ഇതാണ് നമ്മുടെ സഭയുടെ പേര്. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട്. വരണം. നിങ്ങൾക്കുള്ള ക്ഷണക്കത്തായിട്ട് ശുശ്രൂഷ തരികയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഇമ്മാനുവേലിന്റെ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ആമേൻ.